ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കമ്മലുണ്ടാക്കുന്ന വീഡിയോ തന്നെയാണ്. നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് റേറ്റ് ആയിട്ടാണ് ഈ കമ്മലിനൊക്കെ വരിക. പക്ഷേ നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അത്രയ്ക്ക് റേറ്റും വരുന്നില്ല. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഈ ചെയിനും കൊണ്ടും പിന്നെ കുന്തൻ സ്റ്റോണും കൊണ്ടാണ് ഞാൻ അടിപൊളിയായിട്ടുള്ള കമ്മലുണ്ടാക്കാൻ പോകുന്നത്. ഈ ചെയിനിന് വരുന്നത് ആകെ മീറ്ററിന് 20 രൂപയാണ് വരുന്നത്. ഒരു മീറ്ററിന് 20 രൂപ. നമുക്ക് 1 മീറ്ററിനുകൊണ്ട് ഇങ്ങനത്തെ കമ്മലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാടെണ്ണം ഉണ്ടാക്കാൻ പറ്റും. അധികമൊന്നും വരുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഓൺലൈനിൽ വാങ്ങുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിടുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതുമാണ്. ആദ്യം നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിക്കുക. ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ അടിയിൽ വീണ്ടും ഒരു ചെറിയ റോ പോലെ വരച്ചിട്ട് വീണ്ടും അത് ഒട്ടിച്ചു കൊടുത്ത് അതിൻ്റെ അടിയിൽ കുന്തൻ സ്റ്റോണുകളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതായത് വളരെ സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്നതും വളരെ ചുരുങ്ങിയ പൈസയും കൊണ്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഇതുതന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല 100-200 കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും. അത്രയ്ക്കൊന്നും ഇതിന് ചിലവ് തന്നെ വരുന്നില്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ, സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഈ ഒട്ടിച്ചിട്ടുള്ള ഷീറ്റ് ട്രേസിങ് ഷീറ്റാണെന്ന് പറയുക. അതിൽ ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്യുക. നമ്മൾ ഈ ഷീറ്റ് കാണാത്ത പോലെ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അതുകൊണ്ടാണ് ഈ ഷീറ്റ് ഉപയോഗിക്കുന്നത്. അല്ലാതെ പേപ്പറിലോ അങ്ങനെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വെള്ളമൊക്കെ തട്ടിയാൽ പെട്ടെന്ന് അത് കേടുവരാൻ സാധ്യതയുണ്ട്. അത് അലിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഷീറ്റാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, പെട്ടെന്നൊന്നും കേടുവരില്ല. അതുകൊണ്ട് ആണ് ഈ ഷീറ്റ് ഉപയോഗിക്കുന്നത്. ട്രേസിങ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഗ്ലാസിൻ്റെ ട്രേസിങ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. കുന്തൻ സ്റ്റോൺ നമുക്ക് പല രീതിയിലും പല ഷേപ്പിലുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 25 രൂപയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പാക്കിന് വരുന്നത്. അതും കുഴപ്പമില്ല. പിന്നെ നമ്മൾ 100 ഗ്രാം 200 ഗ്രാമൊക്കെ എടുക്കുകയാണെങ്കിലും അങ്ങനെയും ലാഭമാണ്. ഇങ്ങനെ 25 രൂപയ്ക്ക് വാങ്ങിയാലും വലിയ കുഴപ്പമില്ല. വീഡിയോയിൽ കാണുന്ന പോലെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റാക്കി വെക്കാനും നോക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ആദ്യം തന്നെ ഒട്ടിക്കുമ്പോൾ തന്നെ പശ ഫുള്ള് ശരിക്കും ഉണങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മളൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുന്നത് നല്ലതാണ്. എന്നാലേ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. ഒട്ടിച്ച് തീർന്നിട്ട് അവസാനം ഇങ്ങനെയാണ് വരുന്നത്. ഇത് കുറച്ച് നേരം നമ്മൾ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു സംഭവം കൂടി ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കുറച്ച് നേരം ഉണങ്ങാൻ വെച്ചിട്ട് വേണം പിന്നെ നമുക്കിത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഉണങ്ങിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഈ ഷീറ്റിൽ നിന്ന് നമുക്ക് ശരിക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം. നല്ല ശരിക്ക് ഷേപ്പിൽ നമുക്ക് കത്രിക കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ബ്ലേഡ് കൊണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് ഞാനിത് രണ്ടും യോജിപ്പിക്കുന്നത്. ഇതിന് അളവെടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് പശ തേച്ച് ഒട്ടിക്കുക. അത്രേ പണിയുള്ളൂ. സിമ്പിൾ പരിപാടിയാണ് ഇത് ഒട്ടിക്കുന്നതൊക്കെ. അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാലേ ഇത് ഫുള്ള് സെറ്റായി പിടിക്കുള്ളൂ. ഉണങ്ങി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോരില്ല. പെട്ടെന്നല്ല, അധികമൊന്നും പോരില്ല. ഇതാണ് ലാസ്റ്റൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് ഇത് വരുന്നത്.